സ്ത്രീ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഹലോ, എൻ്റെ പേര് അനുപമ രമേശ്. ഞാനൊരു ഹോം ബേക്കറാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു ഏകദേശം 3.5 years ആയി. ഞാനിത് എൻ്റെ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. ഞങ്ങൾ ആദ്യം അവിടെയായിരുന്നു. അവിടെ ഫ്ലാറ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അവിടുത്തെ കുട്ടികളുടെ ബർത്ത്ഡേറ്റ്സിനൊക്കെ കേക്ക് ഉണ്ടാക്കി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ ടെക്നോ പാർക്കിൽ ഒരു ജ്യൂസ് കടയിൽ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ഡെസേർട്ട്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പ് കേക്ക്സും പിന്നെ കേക്ക് പോപ്സും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കേക്കിലേക്ക് തന്നെ തിരിഞ്ഞു. കേക്ക് പറഞ്ഞാൽ മെയിൻലി കസ്റ്റമൈസ് കേക്ക്സ്, അതായത് വെഡ്ഡിങ് കേക്ക്സ്, പിന്നെ മെയിൻലി ബർത്ത്ഡേ കേക്ക്സ്, ആനിവേഴ്സറി, അങ്ങനെ ഒരുവിധം എല്ലാ ഒക്കേഷൻസിലും ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മെയിൻലി പോയിരുന്നത് അവിടെ ബർത്ത്ഡേ കേക്ക്സ് തന്നെയായിരുന്നു. അവിടെ ഒരു 1.5 വർഷം ഞങ്ങളവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയത്. എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 2 years ആവുന്നു. ഇതുവരെയുള്ള ഇതിൽ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് മൊത്തം എൻ്റെ ഈ ജേണിയിൽ. വളരെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടും വളരെ എൻജോയ് ചെയ്തിട്ടാണ് എൻ്റെ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴും അതെ. പിന്നെ നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഓരോ ഡിസൈൻസും ഞാൻ യൂണീക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഡിസൈൻസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം എൻ്റെ ഓരോ കേക്കിലും ഞാൻ വരുത്താറുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് അത് ഇന്ന ഡിസൈൻ തന്നെ വേണമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ബേക്കിങ്ങിൽ ആദ്യമൊന്നും തുടക്കത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററാണ് മെയിനായിട്ട് ഇതിനൊരു പ്രചോദനം തന്നത്.
ഞാനവിടെ പുള്ളിക്കാരുടെ കൂടെ ഒരു ബാംഗ്ലൂരിൽ തന്നെ ഒരു ബേസിക് കോഴ്സിന് ചേർന്നു. അതിന് ശേഷമാണ് എനിക്ക് ബേക്കിങ്ങിലേക്ക് താല്പര്യം വന്നതും പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്യുന്നതും. പിന്നെ ഇൻ്റർനെറ്റ് വഴിയും ഞാൻ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇൻ്റർനെറ്റ് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാംഗ്ലൂർ തന്നെ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഒരു ഡിസൈനർ കേക്ക്സിൻ്റെ ഒരു അഡ്വാൻസ് കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ വെഡ്ഡിങ് കേക്ക്സൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു ഫീൽഡിൽ മെയിനായിട്ട് ഫാമിലിയുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. അതെനിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും വളരെയധികം സപ്പോർട്ടീവാണ്. അതുപോലെ എല്ലാവരും ഹെൽപ്പും ചെയ്യാറുണ്ട് എന്നെ. കുട്ടികളാണെങ്കിലും സജഷൻസും കമൻസൊക്കെ പറഞ്ഞ് എന്നെ ഹെൽപ്പും ചെയ്യാറുണ്ട്. കസ്റ്റമൈസ് കേക്ക്സൊക്കെ നന്നായിട്ട് ആൾക്കാർ നന്നായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. മീൻസ് അതിനാണ് കൂടുതൽ ക്യാരക്ടർ കേക്ക്സും പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ തീം ബേസ്ഡ് കേക്ക്സ് ചെയ്യാറുണ്ട്. അതിനൊക്കെയാണ് മെയിൻലി ഇമ്പോർട്ടൻസ് കൂടുതൽ. മീൻസ് നന്നായിട്ട് ഓർഡേഴ്സ് വരുന്നത് അതിനാണ്. ഞാൻ മെയിൻലി എനിക്കൊരു ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിം ടെംപ്റ്റി ഡിലൈറ്റ്സ് എന്നാണ്. അത് മെയിനായിട്ട് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടെയാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത്. അതിൽ ഫേസ്ബുക്കിൽ എനിക്ക് ഒരു പേജുണ്ട്, ടെംപ്റ്റി ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മെസ്സേജും വരും, നമ്മൾ കമൻസും, നമ്മൾ ഓരോ കേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും അവർ അഭിപ്രായങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. കേക്ക്സിൽ മെയിനായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യും. അത് ഈ പറഞ്ഞ നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കേക്കിലാണെങ്കിലും ഓരോ ടെക്നിക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യും. കേക്കിൽ തന്നെ നമ്മൾ ഹാൻഡ് പെയിൻറ്റിങ് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ എയർ ബ്രഷിങ്, അങ്ങനെ പല പല ടെക്നിക്സും നമ്മൾ ഓരോ കേക്കിലും യൂസ് ചെയ്യാറുണ്ട്. കേക്കിൽ തന്നെ പെൺകുട്ടികളുടെ ബർത്ത്ഡേക്ക് മെയിനായിട്ട് ബാർബി, പ്രിൻസസ് തീമിലുള്ള കേക്കുകളാണ് മെയിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രിൻസസ്സിൽ തന്നെ പല ഇതുണ്ട്. ബാർബി നമ്മൾ ഡോൾ വെച്ചിട്ട് തന്നെ ബാർബി ഡോൾ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ പിക്ചർ വരച്ചിട്ട് കേക്കിൽ പിക്ചർ വരച്ചിട്ടും ചെയ്യാറുണ്ട്. പിന്നെ ബോയ്സിൻ്റെ ബർത്ത്ഡേയ്സ് ആണെങ്കിൽ മെയിനായിട്ട് കാർ, ബെൻ 10 അങ്ങനെയുള്ള തീംസിലും, ഡോറിമോൻ അങ്ങനെ ഉള്ള തീംസിലൊക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളാണെങ്കിലും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ അവർ അതെല്ലാം മനസ്സിലാക്കി അവർ ഹെൽപ്പും ചെയ്യാറുണ്ട്. അങ്ങനെ അവരതിൽ യൂസ്ഡായി. പിന്നെ ഹസ്ബൻഡാണെങ്കിലും വളരെയധികം ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കതിൽ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്തൊരു തുടക്കത്തിൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല.
ഫീൽഡിലുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് അറിഞ്ഞ് വരാനുള്ള ഒരു സമയമാണ് നമുക്ക് ആവശ്യം. അതിന് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ ഒരു നോട്ടീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണിത് തുടങ്ങി. ആ ഫ്ലാറ്റിൽ, ഇപ്പം ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ എല്ലാ ബിൽഡിങ്സിലും ഞാൻ തന്നെ പോയി ഒരു നോട്ടീസ് പോലെയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ മെയിൻലി പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ വളരെ ഒട്ടുമിക്കതും എല്ലാ ദിവസവും എനിക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ഭയങ്കര കണ്ടിന്യൂസ് ഓർഡേഴ്സ് ആയിരുന്നു അതിന് ശേഷം. അതുപോലെ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ഓർഡേഴ്സ് നന്നായി വരുന്നുണ്ട്. ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ ആക്ച്വലി പഠിച്ചത്. പിന്നെ ബേക്കിംഗ് ഒരു ചെറിയ ഹോബി പോലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. ബേക്കിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഒരു എന്തെങ്കിലും നല്ലൊരു ഫീൽഡ് തന്നെയാണ് ബേക്കിംഗ്. അതും വളരെ നമുക്ക് മനസ്സിന് സംതൃപ്തി തരുന്നൊരു ഫീൽഡാണ്. ഇത് തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതൊരു സക്സസ് ആവും എന്നുള്ളത്. ജസ്റ്റ് ഒരു രസത്തിന് തുടങ്ങിയെന്നേ ഉള്ളൂ. അത് ഇത്രയും ഒരു നല്ലൊരു വൻ സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഫീൽഡിൽ വരാൻ ഉദ്ദേശിക്കുന്ന ലേഡീസിനോട് എനിക്കുള്ള ഒരു സജഷൻ എന്താ വെച്ചാൽ, ഒരിക്കലും നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി, നമ്മൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന അതിൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണ്ടൻ്റ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. എപ്പോഴും ക്വാളിറ്റി സാധനം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക.